സത്യത്തിൽ പൊന്നാനിയിലെ CPM-കാരുടെ വലിയൊരു വികാരമാണ് TM സിദ്ദീഖ് എന്ന് പറയുന്നത്. കാരണം വർഷങ്ങളായിട്ട് അദ്ദേഹം പാർട്ടിയെ കെട്ടിപ്പടുക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചൊരു വ്യക്തിയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2021 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് പാർട്ടി സീറ്റ് നിഷേധിച്ചു. അതുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങൾ അന്ന് പൊന്നാനിയിൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഒരുപക്ഷെ അതൊക്കെ തരണം ചെയ്തുകൊണ്ട് പാർട്ടി 10,000-ഓളം വോട്ടുകൾക്ക് ശ്രീ നന്ദകുമാർ അവിടെ വിജയിക്കുകയുണ്ടായി. അതിനുശേഷം നടന്ന പാർട്ടി സമ്മേളനത്തിൽ TM സിദ്ദീഖിനെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് തരം താഴ്ത്തുകയാണ് ഉണ്ടായത്. അത് പാർട്ടിയെ സ്നേഹിക്കുന്ന CPM-നെ സ്നേഹിക്കുന്ന പൊന്നാനിയിലെ ആളുകൾക്ക് വലിയ രീതിയിലൊരു വേദന ഉണ്ടാക്കി. എന്നാൽ അടുത്ത തെരഞ്ഞെടുപ്പിലെങ്കിലും TM സിദ്ദീഖ് സ്ഥാനാർത്ഥിയായി വരുമെന്നാണ് അവരാഗ്രഹിച്ചത്. പക്ഷെ അതുണ്ടായില്ല. പകരം അവിടെ ഇപ്പോൾ പുതിയൊരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നു. പക്ഷേ ഈ വിഷയം അവിടെ UDF-ൽ വലിയ ഗുണമായി മാറും. കാരണം പാർട്ടിയെ സ്നേഹിക്കുന്നവർ തന്നെ UDF-നെ സപ്പോർട്ട് ചെയ്താൽ ഒരിക്കലും നമ്മളവിടെ സംശയപ്പെടേണ്ടതില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായും പൊന്നാനിയിൽ നമുക്ക് ഇപ്രാവശ്യം ഒരു UDF-ൻ്റെ MLA കാണാൻ സാധിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.